ആമേൻ, ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, പുറപ്പാട് 1:12 പീഡിപ്പിക്കും തോറും അവർ വർദ്ധിക്കുകയും വ്യാപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. സത്യത്തിൻ്റെ കാര്യത്തിൽ ഇതാണ് നിത്യസത്യം. സത്യം നിന്റെ ചങ്കിലും എൻ്റെ ചങ്കിലും ആരുടെ ചങ്കിലും ആകട്ടെ, അതിന് നിറമില്ല, ജാതിയില്ല, വർണ്ണമില്ല. സത്യത്തെ എന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ചാലും സത്യം കൂടുതൽ ജ്വലിക്കുക തന്നെ ചെയ്യും. ബൈബിളിൻ്റെ സത്യം അതാണ്. ഏക സത്യ ദൈവത്തിൻ്റെ ജ്ഞാനത്തെ ആര് പീഡിപ്പിക്കാൻ ശ്രമിച്ചാലും, അത് ഏത് മനുഷ്യൻ, ഏത് സംവിധാനം ശ്രമിച്ചാലും ദൈവത്തിൻ്റെ സത്യവും ദൈവത്തിൻ്റെ മക്കളും കൂടുതൽ ശക്തി പ്രാപിക്കുകയും വ്യാപിക്കുകയും ശക്തിപ്പെടുകയും ചെയ്യും. പേടിപ്പിക്കും തോറും ശക്തി പ്രാപിക്കും, കൃപ ശക്തി പ്രാപിക്കും. രാജ്യ നിയമത്തെയും ദൈവ നിയമത്തെയും ഒരാൾ അതിലംഘിച്ചാൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടട്ടെ. പക്ഷേ സത്യത്തിന് വേണ്ടി നിലകൊണ്ടിട്ടൊരാൾ ശിക്ഷിക്കപ്പെട്ടാൽ ദൈവനീതിക്ക് വേണ്ടി ഇറങ്ങും. പീഡിപ്പിക്കും തോറും ദൈവമക്കൾ ശക്തി പ്രാപിച്ചു. ഇത് പഴയ നിയമത്തിൻ്റെ അത്ഭുതമാണ്. ഇന്നും അതേ ശക്തി തുടരുകയാണ്. ജയിലറകളിൽ സത്യം വേദനിക്കുകയും ഭാരപ്പെടുകയും ചെയ്യുമ്പോൾ ഒരു കാര്യം നാം അറിഞ്ഞിരിക്കണം. നമുക്കൊരു സന്തോഷവും നന്മയും കിട്ടിയാൽ, ഒരു ലോൺ ഒരിടത്തുനിന്ന് കിട്ടിയാൽ, ഒരു സഹായം ഒരിടത്തുനിന്ന് കിട്ടിയാൽ, ഒരിടത്തൊരു നല്ല പദ്ധതി ഉണ്ടെങ്കിൽ നാം ജനത്തോടും കൂട്ടുകാരോടും പറയില്ലേ? അതുപോലെ തന്നെ ഏക സത്യദൈവത്തെക്കുറിച്ച് നെഞ്ചുവിരിപ്പോടെ പറയാനുള്ള അവകാശം, അത് കേൾക്കണോ സ്വീകരിക്കണോ എന്നത് അവരുടെ സ്വാതന്ത്ര്യം. അതിനെ മുറിക്കാതെ ഭംഗപ്പെടുത്താതെ ഏക സത്യദൈവത്തെക്കുറിച്ച് മരണം വരെ പ്രസംഗിക്കുവാൻ ജയിലറകളെ തൊപ്പിക്കുന്ന ശക്തിയോടുകൂടി ദൈവത്തിൻ്റെ വചനം അറിഞ്ഞവരും അണിനിരക്കുന്ന കാലം ഭാരതത്തിൻ്റെ ഭാഗ്യമായി തീരും. ആമേൻ, ആമേൻ, ആമേൻ.